റിയാസ് ചേരുന്നുണ്ട്. എന്തായാലും ഒരു അത്യധികം ഒരു ആവേശകരമായ ഒരു കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഏകദേശം ഒരു 9 ആനകൾ നിരന്നുകൊണ്ട് കണിമംഗലം ശാസ്താവ് നേരെ തെക്ക് ഗോപുര നടയുടെ മുൻപിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഘടകപൂരങ്ങൾക്ക് ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പറയാം. ആർപ്പുവിളികളോടെ കണിമംഗലം ശാസ്താവിനെ വരവേൽക്കുന്ന ഒരു നിമിഷമാണ് ഇത്. എല്ലാവരും ഏറ്റവും ആവേശത്തോടുകൂടി കണിമംഗലം ശാസ്താവിന്റെ തിടമ്പേറ്റിക്കൊണ്ട് ആ ഒരു ഗജവീരൻ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. കാളിദാസ് ഉണ്ട്. കാളിദാസ്, ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ് വിവരിക്കുന്നത്? ഇന്നിപ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് എത്തി. ഇന്നാണ് കുടമാറ്റം. ഇനിയിപ്പോൾ കുടമാറ്റത്തിനായിട്ടാണ് ഇന്ന് എല്ലാ ജനങ്ങളും അതോടൊപ്പം തന്നെ പൂരപ്രേമികളും ആനപ്രേമികളും ഒക്കെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഘടകപൂരങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. കണിമംഗലം ശാസ്താവാണ്. തെക്കേ നടയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില പ്രത്യേകതകളും കൂടെ ഉണ്ട്. കണിമംഗലം ശാസ്താവ് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു. VVIP ആണ്. മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ. തീർച്ചയായും. കാരണം കണിമംഗലം ശാസ്താവിന് മഴയോ വെയിലോ കൊള്ളാതെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണം എന്നുള്ളതാണ്. അത് ഗജവീരന്റെ ശിരസിലേറി കണിമംഗലം ശാസ്താവ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ തെക്കേ ഗോപുര നട ഇന്നലെ നെയ്തലക്കാവിലമ്മ തുറന്നിട്ടത് തന്നെ കാരണം തന്നെ അതിന്റെ കണിമംഗലം ശാസ്താവിന്റെ ഒരു വരവ് എഴുന്നള്ളത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ഐതിഹ്യമാണ് ഉള്ളത്. അങ്ങനെ മനോഹരമായ ഐതിഹ്യങ്ങൾ ഒരു അതിന്റെ ഒരു പിന്നെ ഇത് നേരെ വന്ന് കാണുക, ഇത് കണ്ട് പഠിക്കുക, കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ ഘടകപൂരങ്ങളൊക്കെ മെല്ലെ ആരംഭിച്ചു. ഇനി ഘടകപൂരങ്ങൾ ഓരോ ഭാഗത്തായിട്ട് അത് അണിചേരും. കൃത്യമായിട്ടുള്ള ഇന്ന് നടക്കാൻ പോകുന്ന കുടമാറ്റത്തിന്റെ ഒരു ചെറുപതിപ്പ് നമുക്ക് അല്പസമയത്തിനുള്ളിൽ. അതിനുശേഷം പിന്നെ മഠത്തിൽ വരവ് ഇലഞ്ഞിത്തറമേളത്തിന് ശേഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന ഈ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും 2 ഭാഗത്ത് അണിനിരന്ന് വടക്കുംനാഥന്റെ മേൽനോട്ടത്തിൽ ശക്തന്റെ മുമ്പിൽ ശക്തന്റെ പ്രതിമയുണ്ട്. അതിന്റെ മുന്നിൽ വെച്ച് ശക്തനെ വണങ്ങിയിട്ടാണ്. കാരണം തൃശ്ശൂർ പൂരത്തിന്റെ ശക്തനെ വണങ്ങാതെ ഒരു തൃശ്ശൂർ പൂരം നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം ശക്തന്റെ ഏറ്റവും വലിയൊരു ഉറച്ച തീരുമാനത്തിന്റെ ഒരു പ്രതീകമാണല്ലോ തൃശ്ശൂർ പൂരം എന്നാൽ ശക്തനാണ്. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം തൃശ്ശൂർക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് ശക്തനാണ്. അപ്പോൾ ആ ശക്തനെ വണങ്ങിയിട്ടായിരിക്കും എന്തായാലും ഈ ഒരു പൂരവും ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ കൊല്ലവും പോലെ തന്നെ ഇക്കൊല്ലവും കുടമാറ്റത്തിനൊരു തുടക്കം വരിക. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ആന അണിയാൻ പോകുന്ന ചമയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി കാണിച്ചു. ഇനി ഇതെല്ലാം അണിഞ്ഞൊരുങ്ങി ഘടകപൂരങ്ങളൊക്കെ ഓരോന്നായിട്ട് തുടങ്ങി. ഇനി തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ഭാഗത്തുള്ള ചമയം എങ്ങനെയാന്നുള്ളത് നമ്മൾ സൂചന കണ്ടു. അതിനുശേഷം ഏതൊക്കെ തരം പുതിയ സസ്പെൻസ് ഉണ്ട്. കുടകൾക്കൊക്കെ എല്ലാ കൊല്ലത്തെയും പോലെ അവരെ സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചമയം പ്രദർശനത്തിൽ നിന്നും മനസ്സിലാക്കിയതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും കാണാൻ പോകുന്ന പൂരം എന്ന് പറയുന്നത്. ഇനി ഘടകപൂരങ്ങൾ ഓരോന്നായി അങ്ങനെ നടക്കുന്നു. അതിനുശേഷമാണ് മഠത്തിൽ വരെ. എന്തായാലും രഞ്ജില്, ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു കുടമാറ്റത്തിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നതെങ്കിലും ഒട്ടും ഈ ജനത്തിരക്കിന് ഇപ്പോഴേ തന്നെ വലിയ കുറവൊന്നുമില്ലല്ലേ? തീർച്ചയായും കാളി, ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഘടകപൂരങ്ങൾ ഓരോന്നായി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണിമംഗലം ശാസ്താവാണ് ഇപ്പോൾ വടക്കുനാഥന്റെ മണ്ണിലേക്ക് തെക്കേ ഗോപുര നടയിലൂടെ പ്രവേശിച്ചിരിക്കുന്നത്. ഇനി അതിന് പിന്നാലെ മറ്റ് ഘടകപൂരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഓരോന്നായി പ്രവേശിക്കും. തുടർന്ന് ഘടകപൂരങ്ങളുടെ വരവിന് ശേഷമായിരിക്കും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വരവ്. നമുക്കറിയാം പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും വിശ്വപ്രസിദ്ധമായ മഠത്തിൽ വരവ്, പാണ്ടിമേളം തുടങ്ങിയവയൊക്കെ ഇനി അരങ്ങേറാനുണ്ട്. അതിൽ മഠത്തിൽ വരവ് തുടങ്ങി. അതിനുശേഷമായിരിക്കും പാറമേക്കാവ് വിഭാഗം വടക്കുനാഥന്റെ മണ്ണിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം തിരുവമ്പാടി വിഭാഗം പ്രവേശിച്ചതിന് ശേഷമായിരിക്കും പാറമേക്കാവ് വിഭാഗം പ്രവേശിക്കുക. ഇതിനു ശേഷമായിരിക്കും 2 എഴുന്നള്ളത്തും കഴിഞ്ഞതിന് ശേഷമാണ് പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുക. അതും വടക്കുനാഥന്റെ കൂത്തമ്പലത്തിനുള്ളിൽ ഇലഞ്ഞിത്തറയുടെ താഴെ മേളം കൊട്ടുന്നതുകൊണ്ടാണ് അതിന് ഇലഞ്ഞിത്തറ മേളം എന്നൊരു വിശേഷണം വന്നിരിക്കുന്നത്. ആ ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം ആയിരിക്കും ഈ ഒരു എല്ലാവരും കാത്തിരിക്കുന്ന വിശ്വപ്രസിദ്ധമായ കുടമാറ്റം നടക്കാൻ പോകുന്നത്. ആ കുടമാറ്റം
ത്തിലാണ് ഇനി ഒളിച്ചിരിക്കുന്ന സസ്പെൻസ് അല്ലേ റിയാസ്? അതായത് ഈ ചമയം ഇന്നലെ നമ്മൾ കണ്ടു. ചമയം എന്ന് പറയുന്നത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ചമയ ഭംഗി നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു. അതൊരു സൂചന മാത്രമാണ്. ഇതിൽ ഒരുപാട് സസ്പെൻസുകൾ രണ്ട് വിഭാഗവും, തിരുവമ്പാടി ആയിക്കോട്ടെ പാറമേക്കാവ് ആയിക്കോട്ടെ, ഇതൊരു വാശിയൊരു മത്സര ബുദ്ധിയോടുകൂടി നടക്കുന്ന ഒരു പൂരമാണ്. പക്ഷെ അതിന്റെ ഒരു വാശി നമ്മൾ മറ്റെവിടെയും കാണാറില്ല എന്നുള്ളതാണ് ഇതിന്റെ സംഘാടന മികവിലോ അല്ലെങ്കിൽ ഒരു പോരാട്ടം എന്ന് പറയുമ്പോഴും അതൊരു സൗഹൃദപരമായ പോരാട്ടം. അത് ഇന്നലെ അവിടെ സംസാരിക്കുമ്പോൾ ദേവസ്വം സെക്രട്ടറി അടക്കം പറയുന്നത് ഒരു പോരാട്ടത്തിനുപരി വരുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പൂരപ്രേമികൾക്ക് ഒരു കാഴ്ചാനുഭവം ഒരുക്കുക എന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം. അല്ലാണ്ട് അതൊരു പോരാട്ടം അല്ലെങ്കിൽ ഒരു മത്സരം എന്നൊക്കെ അതിനെ എടുത്തു പറയേണ്ട എന്ന് അവർ പിന്നെയും എടുത്തു പറയുന്നുണ്ട്. തീർച്ചയായും. കാരണം ഇതൊരു അതായത് ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മത്സരബുദ്ധിയോടുകൂടി കാണേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും അതിന്റെ ഒരു വാശിയും വീറും ഒക്കെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പൂരപ്രേമികൾ അതെ പൂരപ്രേമം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. പൂരപ്രേമവും മാനപ്രേമവും വെടിക്കെട്ട് പ്രേമം മേളപ്രേമം അങ്ങനെ ഒരു ഇതുണ്ട്. ആ ഒരു തലം തന്നെയുണ്ട്. ആ ഒരു തലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതാ പൂരം കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. രാവിലെ എത്തിയോ? തമിഴ് എപ്പോ എത്തി? We came here today morning by 5 o'clock. 5 o'clock. It is a first experience? Yes. Yeah, as of now, yeah. This is the first time we came here, so yeah, we have to explore. എന്തായാലും ഒരു തമിഴ്നാട്ടിൽ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതാണ് പരിചയപ്പെട്ടു. ഇന്നിപ്പോ തമിഴ്നാട് സ്വദേശി. ഇനിയിപ്പോ ഇതുപോലെ മറ്റ് ദേശങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും വരുന്നുണ്ട് പൂരത്തിന് വേണ്ടി മാത്രം. ഇന്നലെ മുംബൈയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. മുംബൈയിൽ നിന്ന് വന്നു, തമിഴ്നാട്ടിൽ നിന്ന് വന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരുപാട് അമ്മമാരെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഒപ്പം തന്നെ രേണുകയുണ്ട്, കാളിദാസ് ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. രേണുക, എങ്ങനെയാണ് ഈ ഒരു കാഴ്ച രാവിലെ കണ്ടിട്ട്? 9 ആനകൾ ഇങ്ങനെ ലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ്. ആദ്യ കാഴ്ച അതെ ആദ്യം കേരള വിഷൻ പ്രേക്ഷകർ ആദ്യം കണി കണ്ട ലൈവിലെ ആദ്യത്തെ കാഴ്ച അത് തന്നെയാണ്. എന്തായാലും അതാണ് ഏറ്റവും ഹൈലൈറ്റ്. മഴയും വെയിലും കൊള്ളാതെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഇന്ന് നടക്കാനിരിക്കുകയാണ്. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് തുടങ്ങി വടക്കുന്നാഥിന്റെ മണ്ണിൽ ഘടകപൂരങ്ങൾ എത്തുന്നതോടെ തൃശ്ശൂർ പൂരത്തിന് ആരംഭം കുറിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും നമ്മുടെ കേരള വിഷൻ ന്യൂസ് സമഗ്ര കവറേജുമായി നമ്മുടെ മുന്നിലുണ്ട്. രേണുക, ഇപ്പോൾ രാവിലെ തന്നെ തിരക്കൊക്കെ നല്ല രീതിയിൽ തന്നെയാണോ തൃശ്ശൂർ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? തിരക്കില്ലാതെ എന്ത് തൃശ്ശൂർ പൂരം എന്നൊരു ചോദ്യമാണ് ആ ചോദ്യത്തിനോടുള്ള ഒരു മറുപടി. കാരണം ഇപ്പോൾ തന്നെ തിരക്ക് നല്ല രീതിയിലുണ്ട്. രാവിലെ കണ്ണു തുറന്നാൽ എല്ലാവരും ആദ്യം ഓടിയെത്തുന്നത് ഈ വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് തന്നെയായിരിക്കും. എന്തായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം കാണാനായിട്ട് കാഴ്ചക്കാരായും അതോടൊപ്പം തന്നെ തൃശ്ശൂർ സ്വദേശികളും, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തൃശ്ശൂർ പൂരം കാണാനായെത്തുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് റിയാസ് ഖേമാറും അതോടൊപ്പം തന്നെ രഞ്ജിലും സംസാരിച്ച പോലെ തമിഴ്നാട് സ്വദേശികളും അങ്ങനെ ഒരുപാട് പേര് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം അറിയാനും ആചാരങ്ങൾ അറിയാനും അനുഷ്ഠാനങ്ങൾ അറിയാനും വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ തൃശ്ശൂർ പൂരത്തെ അതിനെ നല്ല രീതിയിൽ ഭംഗിയായി അതിൻ്റെ ആചാരങ്ങൾ പൂർത്തിയാക്കണം. എന്തായാലും നിലവിൽ ഈ 2 ദിവസം നടന്ന ഈ വിളംബരത്തിന് ശേഷം ഇന്ന് നടക്കുന്ന പൂജകളും വളരെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ കുടമാറ്റം കാണാനാണ്. എങ്ങനെ ആയിരിക്കും നമ്മളെ ഒത്ത നടുക്കിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മുടെ ഇടതുവശത്തും വലതുവശത്തുമായി ഈ അതെ മുഖാമുഖം 15 ആനകൾ നിരന്നു നിന്ന് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും 15 വീതം ആനകൾ ഒരു മനോഹരമായ ഒരു കാഴ്ച എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഗജവീരന്മാരുടെ ഒരു എന്താ പറയുക ഒരു മത്സരം തന്നെ. നേരത്തെ നമ്മൾ പറഞ്ഞു മത്സരം എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ലെങ്കിൽ കൂടിയും അതെ സൗഹൃദത്തിന്റെ ആണെങ്കിൽ അതൊരു ആചാരപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നമ്മുടെ കൂടെ ഒരു ആനപ്രേമിയുണ്ട്.